നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നേരിട്ടുള്ള നികുതി ശേഖരത്തിൽ വർധനവ്. നികുതി ശേഖരം 20 ലക്ഷം കോടി രൂപ എന്ന മാന്ത്രിക സംഖ്യയിലെത്തി. ലക്ഷം കോടിയുടെ വിമാനത്താവള പദ്ധതി പ്രഖ്യാപനം നടത്തിയ അദാനി. IPO 2028 മാർച്ചിന് മുമ്പെന്നും ജീത് അദാനി. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ആശങ്കയിൽ ആഗോള നിക്ഷേപകർ. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കലുണ്ടാവുമെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യൻ ഓഹരി വിപണി ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ജെഫ്രീസ്. ആഗോള സാഹചര്യങ്ങളും ആഭ്യന്തര സാമ്പത്തിക മാന്ദ്യവും വെല്ലുവിളി. ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി ഈ വർഷം $106 ബില്യൺ എത്തുമെന്ന് GTRI. ഇന്ത്യയുടെ കയറ്റുമതിയേക്കാൾ വേഗത്തിൽ ഇറക്കുമതി ഉയർന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 0.53% ഉയർന്ന് 84,929.36 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 0.58% ഉയർന്ന് 25,966.40 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത്? ഇന്ന് വിപണി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് 25,966 എന്നൊരു നിലയിൽ 150 പോയിന്റ് നേട്ടം, കൃത്യം പറഞ്ഞാൽ 0.58% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. അതായത് 0.5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,069 എന്നൊരു നിലയിൽ 0.27% നേട്ടം, 156 പോയിന്റ് നേട്ടമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഓവറോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇന്നൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. NSEയിലെ സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ 3200-ലധികം ഓഹരികൾ ട്രേഡിംഗ് നടത്തിയപ്പോൾ 2000-ലധികം ഓഹരികൾക്കും ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 939 ഓഹരികൾ മാത്രമാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന മാർക്കറ്റിലെ ഒരു കൺസോൾട്ടേഷന് ശേഷം അല്ലെങ്കിൽ വലിയ മൂവ്മെൻറ്റ് ഇല്ലാതിരുന്നൊരു ദിവസമായിരുന്നിട്ട് ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചെങ്കിൽ ഈ ഒരു അവസാന ദിവസം, ഈ ഒരു വീക്കിലെ അവസാന ദിവസത്തിൽ ഏതായാലും മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലറേഷൻ കൂടി നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് 41 ഓഹരികൾക്കാണ് ഇന്ന് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചത്. ആകെ 9 ഓഹരികൾക്ക് മാത്രമാണ് ഇന്ന് നിഫ്റ്റി 50യിൽ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കണ്ടത്. ഇന്നത്തെ നേട്ടത്തിലുള്ള ഓഹരികൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയത് ശ്രീറാം ഫൈനാൻസ് ആണ്. 4% മുകളിലേക്ക് മികച്ച ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. മാക്സ്വെൽത്തിൽ 2.62% നേട്ടം, BEL 2.49% നേട്ടം, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ 2.5% നേട്ടം, കൂടാതെ പവർ ഗ്രിഡ്, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ്, ജിയോഫിൻ, അപ്പോളോ ഹോസ്പിറ്റൽ, റിലയൻസ് തുടങ്ങിയ ഓഹരികളൊക്കെ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് HCL ടെക്കിൽ നമുക്ക് 1.18% ഇടിവാണ് കണ്ടത്. കൂടാതെ ഹിൻഡൽകോ, കോട്ടക് ബാങ്ക്, JSW സ്റ്റീൽ, ICICI ബാങ്ക്, കോൾ ഇന്ത്യ, ഭാരത് എയർടെൽ തുടങ്ങിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 20 ലക്ഷം കോടി രൂപ എന്ന മാന്ത്രിക സംഖ്യയിലെത്തി ഇന്ത്യയുടെ നേരിട്ടുള്ള നികുതി ശേഖരം. വരുമാനത്തിലെ കുതിച്ചുചാട്ടം സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി പിന്നിടുമ്പോഴാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഇതുവരെയുള്ള ആകെ നികുതി ശേഖരം 20 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 19.2 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് 4.16% വർധനവ്. കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്നിവയിലെ മികച്ച പ്രകടനമാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. മറ്റൊരു പ്രധാന കാര്യം റീഫണ്ടുകളിൽ ഉണ്ടായ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നികുതി റീഫണ്ടുകൾ 13.52% കുറഞ്ഞു. ഇത് സർക്കാരിന്റെ പക്കലുള്ള അറ്റ ഫണ്ടിന്റെ അളവ് വർദ്ധിപ്പിച്ചു. റീഫണ്ടുകൾ കഴിച്ചു ബാക്കിയുള്ള അറ്റ നികുതി വരുമാനം 17.04 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 8% വർധനവാണിത്. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമായതാണ് റീഫണ്ടുകൾ കുറയാൻ പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.
ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. ഉയർന്ന നികുതി വരുമാനം ലഭിക്കുന്നതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായി കൂടുതൽ പണം ചിലവഴിക്കാൻ സർക്കാരിന് സാധിക്കും. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കടമെടുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ കൂടുതൽ ആളുകൾ നികുതി വലയത്തിലേക്ക് വരുന്നതും കമ്പനികൾ മികച്ച ലാഭമുണ്ടാക്കുന്നതും രാജ്യത്തിന്റെ പുരോഗതിയുടെ സൂചനയാണ്. വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമായ നികുതി ശേഖരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IPOയ്ക്ക് മുന്നോടിയായി 1,00,000 കോടിയുടെ വിമാനത്താവള പദ്ധതി പ്രഖ്യാപനം നടത്തി അദാനി. IPO 2028 മാർച്ചിന് മുൻപെന്നും ജീത് അദാനി. അദാനി എയർപോർട്ട്സ് വെറുമൊരു വിമാനത്താവള കമ്പനിയല്ല, അതൊരു ആഗോള സാമ്രാജ്യമായി മാറുകയാണെന്ന സൂചനയാണ് ജീത് അദാനി നൽകുന്നത്. വിമാനത്താവള പദ്ധതിക്കായി 2030 $11 ബില്യൺ നിക്ഷേപിക്കും. IPOയ്ക്ക് മുമ്പേ ഒരു വമ്പൻ വിദേശ പങ്കാളിയെ കണ്ടെത്താനും ലക്ഷ്യമിടുന്നു. അതേസമയം അദാനി എന്റർപ്രൈസസിൽ നിന്ന് എയർപോർട്ട് ബിസിനസിനെ വേർപെടുത്തി ഒരു സ്വതന്ത്ര കമ്പനിയായാണ് ലിസ്റ്റ് ചെയ്യുക. ഇത് നിലവിലെ അദാനി എന്റർപ്രൈസസ് ഓഹരി ഉടമകൾക്ക് വലിയ മൂല്യം നൽകുന്ന നീക്കമായിരിക്കും. സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ ഒരുങ്ങുന്ന അടുത്ത 11 വിമാനത്താവളങ്ങൾക്കായി അതിശക്തമായി ലേലത്തിൽ പങ്കെടുക്കുമെന്നും ജീത് അദാനി വ്യക്തമാക്കി. ഈ വികസനത്തിന്റെ കേന്ദ്രബിന്ദു ഡിസംബർ 25 തുറക്കുന്ന നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 20,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇതിന്റെ ആദ്യഘട്ടം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. വെറും വിമാനത്താവളം മാത്രമല്ല, 20 ഹോട്ടലുകളും മോണോ റെയിലുമുള്ള ഒരു എയ്റോ സിറ്റി തന്നെയാണ് 2030 ഇവിടെ ഉയരുക. യാത്രക്കാർക്ക് തങ്ങളുടെ ലഗേജ് എവിടെയാണെന്ന് തത്സമയം അറിയാനുള്ള അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇതിന്റെ പ്രത്യേകതയാണ്. വിമാനത്താവളം നടത്തുക മാത്രമല്ല അദാനിയുടെ ലക്ഷ്യം. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മേഖലയിലേക്കും അദാനി കടക്കാനുള്ള സാധ്യതയും ജീത് അദാനി വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യയിലെ വിമാനങ്ങൾ വലിയ അറ്റകുറ്റപ്പണികൾക്കായി വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ ബിസിനസ് പിടിച്ചെടുക്കാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള AI എഞ്ചിനീയറിംഗ് സർവീസസിനായി അദാനി ലേലം വിളിക്കും. കൂടാതെ ആഗോള കമ്പനികളുമായി ചേർന്ന് ഇന്ത്യൻ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതയും ഗ്രൂപ്പ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുള്ള അദാനി എയർപോർട്ട്സ് അടുത്ത 3 വർഷത്തിനകം പൂർണ്ണമായും ലാഭകരമായ കമ്പനിയായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. വരാനിരിക്കുന്ന വാരണാസി, ഭുവനേശ്വർ, അമൃത്സർ വിമാനത്താവളങ്ങൾ കൂടി അദാനിയുടെ കൈകളിലെത്തിയാൽ ഇന്ത്യൻ ആകാശത്ത് അദാനിക്ക് എതിരാളികൾ ഉണ്ടാകില്ല. ഇന്ത്യയിലെ വിമാനയാത്രക്കാരുടെ എണ്ണം വർഷം തോറും 15 മുതൽ 16% വരെ വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ വലിയ നിക്ഷേപത്തിന് പിന്നിൽ. ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇനിയും വലിയ വളർച്ചാ സാധ്യതയുണ്ടെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ആശങ്കയിൽ ആഗോള നിക്ഷേപകർ. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കലുണ്ടാവുമെന്ന് മുന്നറിയിപ്പ്. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് വെറും ജപ്പാനെ മാത്രമല്ല, ഇന്ത്യൻ വിപണിയെയും മുൾമുനയിൽ നിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പലിശ നിരക്ക് 0.75% ഉയർത്തിയത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വർഷങ്ങളോളം 0 പലിശ നിരക്ക് തുടർന്നിരുന്ന ജപ്പാൻ പെട്ടെന്നാണ് നിലപാട് മാറ്റുന്നത്. ഇതാണ് ആഗോള നിക്ഷേപകർക്കിടയിൽ പരിഭ്രാന്തിയുണ്ടാക്കുന്നതും. യെൻ ക്യാരി ട്രേഡ് നടക്കുമോ എന്ന ഭയമാണ് ഇതിന് പിന്നിൽ. വർഷങ്ങളായി ആഗോള നിക്ഷേപകർ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം കടമെടുത്ത് ഇന്ത്യ പോലുള്ള വിപണികളിൽ നിക്ഷേപിക്കാറുണ്ട്. എന്നാൽ ജപ്പാനിൽ പലിശ കൂടുമ്പോൾ ഈ കടമെടുത്ത പണം തിരികെ നൽകാൻ നിക്ഷേപകർ നിർബന്ധിതരാകുന്നു. ഇതാണ് യെൻ ക്യാരി ട്രേഡ് എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യൻ വിപണിയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കപ്പെടാൻ കാരണമായേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് 3 രീതിയിലാണ് ബാധിക്കുക. വിദേശ നിക്ഷേപകർ പെട്ടെന്ന് ഓഹരികൾ വിറ്റഴിയുന്നത് സെൻസെക്സിലും നിഫ്റ്റിയിലും വലിയ ഇടിവുണ്ടാക്കിയേക്കാം. രണ്ടാമതായി, നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോൾ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം കോർപ്പറേറ്റ് കടത്തിലുണ്ടാവുന്ന ആഘാതമാണ്. ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുത്തിട്ടുള്ള വലിയ ഇന്ത്യൻ കമ്പനികൾക്ക് പലിശ തിരിച്ചടവ് ഭാരം വർദ്ധിക്കുമെന്നാണ് വിപണി വിദഗ്ധരായ ജി ചൊക്കലിംഗവും VK വിജയകുമാറും വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് ജപ്പാനിൽ നിന്നുള്ള ഈ ആഘാതത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. വിപണിയിൽ അല്പം ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണി കാഴ്ചവെക്കുന്നത് 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം പ്രകടനമെന്ന് ജെഫ്രീസ്. ആഗോള സാഹചര്യങ്ങളും ആഭ്യന്തര സാമ്പത്തിക മാന്ദ്യവും വെല്ലുവിളിയെന്നും റിപ്പോർട്ട്. നിക്ഷേപകരിൽ ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ജെഫ്രീസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ലോകമെമ്പാടുമുള്ള എമർജിംഗ് മാർക്കറ്റുകൾ ശരാശരി 30% നേട്ടമുണ്ടാക്കിയപ്പോൾ
ഇന്ത്യയുടെ MSCI ഇൻഡെക്സ് നൽകിയത് വെറും 2.2% ലാഭം മാത്രമാണ്. ഏഷ്യൻ വിപണികൾ 25%-ലധികം വളർന്നപ്പോഴും ഇന്ത്യ പിന്നിലായി. 2025-ൽ ലോകമെമ്പാടുമുള്ള എമർജിംഗ് മാർക്കറ്റുകൾ ശരാശരി 30% നേട്ടമുണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ MSCI ഇൻഡെക്സ് നൽകിയത് വെറും 2.2% ലാഭം മാത്രമാണ്. ഏഷ്യൻ വിപണികൾ 25%-ലധികം വളർന്നപ്പോഴും ഇന്ത്യ പിന്നിലായിപ്പോയി. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഏറ്റവും മോശം പ്രകടനമാണിത്. ഇതിന്റെ പ്രധാന കാരണം കമ്പനികളുടെ ലാഭവിഹിതത്തിലുണ്ടായ കുറവാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിപണിയെ തളർത്തുന്ന മറ്റൊരു ഘടകം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയാണ്. 2025-ൽ മാത്രം രൂപയുടെ മൂല്യം 5.3% ഇടിഞ്ഞു. ഡിസംബറിൽ ചരിത്രത്തിലാദ്യമായി $1 90 എന്ന നിലവാരവും കടന്ന രൂപ താഴേക്ക് പതിച്ചു. അമേരിക്ക ഏർപ്പെടുത്തിയ 50% ഇറക്കുമതി തീരുവയും വ്യാപാര കമ്മി വർദ്ധിച്ചതും രൂപയെ തളർത്തി. ഇത് വിദേശ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിക്കാൻ കാരണമായി. അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾ വൈകുന്നതും ചൈനയുമായുള്ള വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തിയതും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്നു. 2025-ലെ ആദ്യ 11 മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി $282 ബില്യൺ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തി. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. എങ്കിലും രൂപയുടെ മൂല്യം ഇപ്പോൾ അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും വരും മാസങ്ങളിൽ തിരിച്ചുവരവ് ഉണ്ടായേക്കാമെന്നും ജെഫ്രീസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി ഈ വർഷം $106 ബില്യൺ എത്തുമെന്ന് GTRI. ഇന്ത്യയുടെ കയറ്റുമതിയേക്കാൾ വേഗത്തിൽ ഇറക്കുമതി ഉയരുന്നതാണ് കാരണം. ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയേക്കാൾ വേഗത്തിൽ ഇറക്കുമതി ഉയരുന്നതിനാൽ ഈ വർഷം ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി $106 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി GTRI പറഞ്ഞു. ചൈനയിലേക്കുള്ള രാജ്യത്തിന്റെ കയറ്റുമതി 2021-ൽ $23 ബില്യൺ നിന്ന് 2022-ൽ $15.2 ബില്യൺ കുറഞ്ഞിരുന്നു. 2023-ൽ കയറ്റുമതി $14.5 ബില്യൺ താഴ്ന്ന നിലയിലായിരുന്നെന്നും 2024-ൽ $15.1 ബില്യൺ ഉയർന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷം ചൈനയിലേക്കുള്ള കയറ്റുമതി $17.5 ബില്യൺ മെച്ചപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ഇപ്പോഴും മുമ്പത്തെ നിലവാരത്തേക്കാൾ വളരെ താഴെയാണെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് റിപ്പോർട്ടിൽ പറഞ്ഞു. അതേസമയം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വളരെ വേഗത്തിൽ വർദ്ധിച്ചു. 2021-ൽ $87.7 ബില്യൺ നിന്ന് 2022-ൽ $102.6 ബില്യൺ ആയും 2003-ൽ $91.8 ബില്യൺ ആയും 2024-ൽ $109.6 ബില്യൺ ആയും കൂടി. ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഏകദേശം 80%-വും ഇലക്ട്രോണിക്സ്, മെഷീനറി, ഓർഗാനിക് കെമിക്കൽസ്, പ്ലാസ്റ്റിക്സ് എന്നീ 4 ഉൽപ്പന്ന ഗ്രൂപ്പുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 2025 ജനുവരി-ഒക്ടോബർ കാലയളവിൽ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ആധിപത്യം പുലർത്തിയത് ഇലക്ട്രോണിക്സ് ആണ്. ഇത് ആകെ $38 ബില്യൺ ആണ്. യന്ത്രസാമഗ്രികളുടെ ഇറക്കുമതി $25.9 ബില്യൺ എത്തി. ജൈവരാസവസ്തുക്കൾ $11.5 ബില്യൺ എത്തിയെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയുമാണ് കുറഞ്ഞത്. ഗ്രാമിന് 12,300 രൂപയിലും പവന് 98,400 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 10,064 രൂപയിലും പവന് 80,512 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. വെള്ളി 208 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ നേരിട്ടുള്ള നികുതി ശേഖരത്തിൽ വർധനവ്. നികുതി ശേഖരം 20 ലക്ഷം കോടി രൂപ എന്ന മാന്ത്രിക സംഖ്യയിലെത്തി. ലക്ഷം കോടിയുടെ വിമാനത്താവള പദ്ധതി പ്രഖ്യാപനം നടത്തിയ അദാനി. IPO 2028 മാർച്ചിന് മുമ്പെന്നും ജീത് അദാനി. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ആശങ്കയിൽ ആഗോള നിക്ഷേപകർ. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കലുണ്ടാവുമെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യൻ ഓഹരി വിപണി ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നതായി ജെഫ്രീസ്. ആഗോള സാഹചര്യങ്ങളും ആഭ്യന്തര സാമ്പത്തിക മാന്ദ്യവും വെല്ലുവിളി. ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി ഈ വർഷം $106 ബില്യൺ എത്തുമെന്ന് GTRI. ഇന്ത്യയുടെ കയറ്റുമതിയേക്കാൾ വേഗത്തിൽ ഇറക്കുമതി ഉയർന്നു.